ഞാൻ താരമായെന്നൊക്കെ പറഞ്ഞല്ലേ, ഞാൻ പറ്റുകിടക്കാരന് പറയും നാളെ പറ്റ് കാശടക്കാൻ പറയും. താരമായതല്ലോ, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വീട്ടിൽ നിന്ന് പറയണമെന്നാണോ? സ്പീക്കറൊന്നും ഇല്ലല്ലോ കേട്ടോ, നമ്മൾ വരാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞത്. തിരിച്ചു വിളിച്ചെടുക്കൂല. ഹലോ, തുടങ്ങിയ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്കാണ് ഇത് കോൾ വന്നപ്പോ ആരാ വിളിച്ച? അമ്മ? അനീതി അല്ല അല്ല, അമ്മ ചിലപ്പോ അനീതിയുടെ ഫോണിൽ നിന്ന് വിളിക്കുകയോ പറയാൻ പറ്റില്ല. വീട്ടിൽ പറഞ്ഞിട്ടല്ല വന്നേക്കണേ. അത് ആദ്യം പേടിച്ചപ്പോ ഞാൻ വിചാരിച്ചേ മമ്മി ഞാൻ വരാട്ടോ ഇപ്പൊ അങ്ങനെ വിചാരിക്കും. പക്ഷേ ഇന്റർവ്യൂ എടുക്കാനാ ഞാനതാ വിചാരിച്ചേ. ഞാൻ ആദ്യം വിചാരിച്ചേ ഇപ്പൊ പേടിച്ച് പാവം മോളെ എടുക്ക് പോണ് ഇവിടെ സംസാരിക്കുന്ന പറഞ്ഞ ഇപ്പഴാണ് കുഴപ്പമില്ല, അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയാ പിന്നെ റെക്കോർഡ് ചെയ്യില്ല, പിന്നെ അവര് പിന്നെ എന്തിനാ കണ്ടന്റ്. നമസ്കാരം. നടന്ന സംഭവം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ സുധീകൊപ്പ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സിനിമയില് നല്ല രീതിയിലൊരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ചേട്ടന്റെ എന്നോട് ഞാൻ വീട്ടിൽ നിന്ന് ചേട്ടനുണ്ട് ഇന്റർവ്യൂ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും ഏത് സിനിമയിലാ? അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, ഏത് സിനിമ? നമുക്കത് ഏത് സിനിമ ഇൻഡിവിജ്വലി എന്നെ പേഴ്സണലി നമുക്ക് ഓർക്കാൻ പറ്റില്ല. ബിക്കോസ് ചെയ്ത എല്ലാ സിനിമകളും ആയിട്ടുള്ളത് പൊറിഞ്ചുമറിയൻ ജോസ് ആണെങ്കിലും മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പോലും കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കേട്ടിട്ടാ, ഏതൊക്കെ അത്ര ജസ്റ്റ്. അപ്പൊ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വന്നപ്പോ കൊള്ളാം, ഇത് ഞാൻ ചെയ്യാൻ പോവാണ് എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും? അല്ല, ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞു. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഡയറക്ടർ പിന്നെ ഈശ്വരനും സുരാജും ഞാനും ആണല്ലോ. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് എന്താണ് എന്നുള്ള നമ്മളെ സംബന്ധിച്ചിട്ട് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള സംഭവം കുറച്ച് വർഷമായി. ഐ തിങ്ക് 2009 സ്റ്റാർട്ട് ചെയ്തത്. 2009 സാഗർ റിലീസ് ആക്കി. അപ്പോൾ അവിടെ തൊട്ട് ഈ ഒരു ഇത്രയും വർഷമുള്ള ഒരു ജേർണി, ഹൗ വാസ് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഡിഫറൻസസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇൻ ആക്ടിങ് ഒരു ഉള്ള കംഫർട്ട് ലെവലില്? പിന്നെ അത് നമ്മുടെ എക്സ്പീരിയൻസ് കാര്യം. നമ്മൾ നേരത്തെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെപ്രാളപ്പെട്ട് പറയും. ഇപ്പൊ വെപ്രാളത്തിൽ കുറഞ്ഞ വിശ്വാസം അങ്ങനെ അല്ല, അങ്ങനെയല്ല. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. അതാ പിന്നെ അത് എല്ലാവർക്കും കേട്ടോ, എന്റെ കാര്യം മാത്രമല്ല. സിനിമയിൽ ഇല്ലാതിരുന്നൊരു സമയത്തുണ്ടല്ലോ, സിനിമയിൽ എങ്ങനെയും വരാൻ വേണ്ടി ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൊക്കെ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ മലയാള സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു കുറച്ച് ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവില്ലേ, നമുക്ക് ചിന്തിച്ച് തെറ്റായാലും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും റിയലൈസേഷൻ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്? ഞാൻ അന്ന് ചിന്തിച്ചതല്ല, ശരിക്കും ഇങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും റിയലൈസേഷൻസ്? അല്ല, സിനിമയെ കുറിച്ച് പൊതുവെ ആൾക്കാർക്ക് പുറത്തുള്ളവർക്ക് പല ധാരണ ഉണ്ടല്ലോ. എനിക്കുണ്ടായിരുന്നില്ല. അത് ഇതിനകത്ത് വന്നപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെയാന്ന് വിചാരിക്കും. കാര്യം വേറെ ഒന്നുമില്ല, എല്ലാം ഇതൊരു തൊഴിലാണ്. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് ചെയ്യുന്ന ഒരു തൊഴിലല്ല. അല്ല, പുറത്തുള്ള ആൾക്കാർ പലതും പറയും സിനിമയെ കുറിച്ച്. ചേട്ടൻ സിനിമയ്ക്ക് വരുന്നതിന് മുൻപ് അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നില്ല? ചിന്ത സിനിമയെ പറ്റി അല്ല, കേൾക്കൂല നമ്മള്. പക്ഷെ നമ്മൾ ഈ തൊഴിൽ ഇതിനകത്തേക്ക് വന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മളൊന്നും മോശപ്പെട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല ശരിക്കും പറയാം. പണ്ടത്തെ നിന്ന് ധാരണകൾ തെറ്റായിരുന്നു എന്നൊന്നും തോന്നിയിട്ടില്ല? അങ്ങനത്തെ ധാരണകൾ എല്ലാ മേഖലയും ഇത് ജോലിയാണ്, ഇതൊരു ബിസിനസ്സാണ്. അങ്ങനെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും അതിനൊക്കെ കൂടുതൽ ആലോചിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. ഇതല്ലായിരുന്നു നമ്മൾ അഭിനയിക്കുക എന്നുള്ള സംഭവം. എങ്ങനെ അഭിനയിക്കും എന്നുള്ള കേറിപ്പറ്റില്ല, എങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്നുള്ള സംഭവം. ചേട്ടൻ നാടകം ചെയ്യുന്നുണ്ടായിരുന്നില്ല? നാടകം ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാടകം ചെയ്തു. പക്ഷെ അപ്പൊ അങ്ങനെ എല്ലാരും അപ്പൊ നല്ല സപ്പോർട്ടായിരുന്നോ? വീട്ടിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്? വീട്ടില് സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. വീട്ടിലെ സപ്പോർട്ടൊന്നും അല്ല നമ്മൾ നോക്കണം, നമ്മുടെ ഒരു ആഗ്രഹമല്ല നമ്മൾ നോക്കണേ. പിന്നെ ആളുകൾ പലതും പറയും നമ്മളെ കുറിച്ച്. ഇപ്പൊ അത് അവരുടെ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയാം, മോളിങ്ങനെ ഹാങ്കറിങ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ജീവിക്കുന്നത് ഞാൻ ചോദിച്ചെങ്ങനെ ഇരിക്കും. അല്ല, പക്ഷെ അതിനകത്ത് വേറെ പല കാര്യങ്ങളും കാണും. അതുപോലെ എന്നോടും ചോദിച്ചിട്ടുണ്ട്. ഈ നാടകം ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ നമ്മുടെ മേഖലയല്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളൊരു അന്നത്തെ സാഹചര്യത്തിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. ഇപ്പൊ കുറേ കൂടെ പറ്റി. സോഷ്യൽ മീഡിയകളൊന്നും ഇല്ല. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ഒരു ജനറേഷനിൽ ജനിച്ചാൽ മതിയായിരുന്നു? അങ്ങനെ തോന്നിട്ട് കാര്യമില്ല. എളുപ്പമല്ലേ? എളുപ്പമാണെങ്കിൽ നമുക്ക് ചിലപ്പോ എനിക്ക് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ സിനിമ നല്ല ഗംഭീരമായിട്ട്. ചിലപ്പോ എനിക്ക് ഞാൻ വന്നപ്പോൾ ക്യാരക്ടർ കിട്ടുമെന്ന് സംശയമാണ്. ഈ സിനിമയില് നടന്ന സംഭവം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ പേരെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. സിനിമയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് പെട്ടെന്നൊരു മൈൻഡിൽ അത്ര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് സിനിമയിൽ നടന്നിട്ട് സംഭവം? അല്ല, സിനിമ നടനായിട്ട് എന്നോട് ഒരാള് ഇന്ന് കുറെ നാളായിട്ട് കാണുന്നുള്ളു. ഇപ്പൊ എല്ലാവരും നേരത്തെ ഒരു കാര്യമല്ല, ഏതാ സിനിമ എന്ന് ഓർത്തുന്നുണ്ടല്ലേ. എന്റെ വീട് പള്ളുരുത്തിയിലാണ്. അപ്പൊ ഞാനിവിടെ ഒരു സ്ഥലത്ത് രാവിലെ ഓടാനും നടക്കാനൊക്കെ പോകും. സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം അവിടുത്തെ ഒരാള് ഒറ്റയ്ക്ക് എന്നെ കണ്ടപ്പോ ചോദിച്ചു, ചേട്ടനെ പോലെ ഒരാൾ സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. ചേട്ടനെ പോലെ ഒരാൾ സിനിമയിലുണ്ടെന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ അത് എന്നെ കളിയാക്കോടെ വിചാരിച്ചു. സ്ഥിരം കാണുന്നതാ. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചാൽ എന്നെ കളിയാക്കോടെ. പിന്നെ പറഞ്ഞു അത് ചേട്ടാ ഇന്നലെ മറ്റേ പടം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോ പടത്തിനായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ഞാൻ തമാശക്ക് പറഞ്ഞു
അത് എന്നോടും പലരും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പറയാൻ പോയില്ല. അപ്പൊ ഞാനത് അല്ല ഞാനപ്പോ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് ഒരു ചമ്മല് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. അയ്യോ. പിന്നെ 2 ദിവസം കഴിഞ്ഞ എന്റെ കൂട്ടുകാർ പറഞ്ഞത് അത് അയാളുടെ കുഴപ്പമല്ല ഞാൻ പറഞ്ഞത്, അത്രയൊക്കെ ഉള്ളു സംഭവം. അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ചേട്ടാ സ്റ്റിൽ ആ നോർമൽ ലൈഫ് തന്നെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. ഇല്ല കൂളാണ് ചിലപ്പോ. അപ്പൊ അതായിരിക്കും ആ അല്ല വ്യത്യാസം അത് ഫീൽ ഞാൻ ചെയ്യാൻ. മോശമായിട്ട് പറഞ്ഞല്ല. ഇപ്പൊ സിനിമയിൽ കയറണം അല്ലെങ്കിൽ സിനിമയിൽ എങ്ങനെയും അഭിനയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. അന്ന് ആ ഒരു ആഗ്രഹിച്ച് നടന്നൊരു സമയത്ത് സ്ക്രീനിൽ കണ്ട നടന്മാരായിരിക്കും ബിജു ചേട്ടനും സുരാജ് ചേട്ടനും ഇപ്പൊ ജോണിയാൻ്റെ ഇപ്പൊ ഒത്തിരി സിനിമകളൊക്കെ. അവരുടെ കൂടെ നേരിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ആ ഒരു സമയത്ത് ഡ്രീം കം മൊമെന്റ് അങ്ങനത്തെ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു സിനിമയിലൊക്കെ? ഈ സിനിമയിൽ ഇതിനു മുമ്പ് അഭിനയിച്ചുകൊണ്ട് ഇവരുടെ അഭിനയിച്ച പടത്തിൽ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് പല സ്ഥലത്തും മുമ്പ് ബീശ്വരനൊക്കെ അഭിനയിക്കുന്നതും. പക്ഷെ അത് നമ്മള് അതിനകത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ ബഹുമാനത്തോടെ അവരെ സംസാരിക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാൻ കളിയാക്കുകയൊക്കെ ചെയ്യെങ്കിലും നമ്മളവര് അവർക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എപ്പോഴും. അത് മാറുമായിരിക്കുമല്ലോ. മാറണ സ്പേസ് എന്തിനാ മാറണ? അല്ല ഒരു തമാശ ഒരു ബഹുമാനം. ഇല്ല അങ്ങനെയല്ല, അത് അവര് മാറും. അവര് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി പെരുമാറണം എന്നുള്ള പറഞ്ഞു. എപ്പോഴെങ്കിലും ഇൻ ദ കോഴ്സ് ഓഫ് ടൈം 2009 സാഗർ ഇലിയാസ് ജാക്കി സിനിമയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നടന്ന സംഭവം വരെ എത്തി, ഈ ഒരു കോഴ്സ് ഓഫ് ടൈമിൽ ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടോ ശരി ഞാൻ അച്ചീവ് ചെയ്തു, ഞാൻ ഇവിടെ എത്തിപ്പെട്ടു, ലൈക്ക് അങ്ങനത്തെ അച്ചീവ് ചെയ്തു എന്ന് തോന്നിയ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? അല്ല അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. കാര്യം നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ക്യാരക്ടർ കിട്ടുന്ന ക്യാരക്ടറുള്ള ആമേൻ സിനിമയില. ആമേൻ കണ്ടിട്ടാണ് സപ്തമസ്ത്രീ എന്ന പടം ചെയ്യുന്നതും. എൻ്റെ കരിക്കുമ്പോൾ ആട്, പിന്നെ അങ്ങനെ ഉദാഹരണം സുജാത പൈപ്പിഞ്ചുള്ള അങ്ങനെ കുറെ പടങ്ങൾ ക്യാരക്ടർ പറയാനുണ്ട്. അതിനുള്ള കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊറിഞ്ഞു പോലെ ഇങ്ങനെ പറയില്ലേ. അപ്പൊ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, അടുത്ത പടം വേണം. അപ്പൊ ചേട്ടൻ ഉദ്ദേശിച്ച ഡ്രീം അച്ചീവ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്? ഡ്രീം അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇതിനകത്ത് ഉള്ള കാലത്തിൽ അഭിനയിക്കാന്നുള്ള അതിന്റെ ഒരു പോയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന സ്ഥലത്ത് വരെ എത്തണം എന്നൊന്നുമില്ല. അതാണല്ലോ ഇൻട്രസ്റ്റിങ്. ആ ജേണിയാണ് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത്, എത്തുക എന്നുള്ളതല്ല. ജേർണി ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ ഡെസ്റ്റിനേഷൻ. അതെ. ആൻഡ് ചേട്ടന്റെ ഫ്യൂച്ചർ പ്രോജക്ട്സിന് എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.